بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون والله يدعو إلى دار السلام ويهدي من يشاء إلى صراط മുസ്തഖീം. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചും ജീവിതം ക്രമപ്പെടുത്തണമെന്നും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തത്തെക്കുറിച്ച്, അതിലൂടെ വിശ്വാസി പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്തുകയുണ്ടായി. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ആപത്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ തർക്കമില്ല. അത് മനുഷ്യ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള നൊമ്പരങ്ങളും വ്യതകളും മാറിയിട്ടില്ല. എത്രയോ മനുഷ്യ ജീവനുകൾ ആ മണ്ണിലടിയിലായി, കുറച്ചുപേർ ബാക്കിയായവർക്കൊക്കെ തങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ നഷ്ടമായി. ഇനിയും നൂറുകണക്കിന് ആളുകളെ ആ മണ്ണിനടിയിൽ നിന്ന് കിട്ടാതെ നിരാശരായി ജീവിക്കുന്ന പാവപ്പെട്ട കുറേ ജനങ്ങൾ. ഇത്തരം ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ എന്ത് നിലപാട് സ്വീകരിക്കണം, അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആരും ഇവിടെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരല്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാട്ട് അന്നനാളത്തിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ശ്വാസനാളത്തിൽ തടസ്സം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ എത്രയോ മനുഷ്യന്മാർ മരിക്കുന്നുണ്ട്. 2 കുഴലും ഏതാണ്ട് 1 ഇഞ്ച് വിസ്താരത്തിലാണ് സ്ഥിതി ചെയ്യണത്. എത്ര ചിരി, കളി, തമാശയ ചേർത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത്. ആരാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം എനിക്ക് നൽകിയത് എൻ്റെ റബ്ബാണ്, എൻ്റെ ശ്രമം വളരെ വളരെ ചെറുതാ, ആ സാധനം കടയിലെത്തിയപ്പോൾ കാശ് കൊടുത്തിട്ട് ഇപ്പോൾ കാശും കൊടുക്കണ്ട, ആ QR കോഡൊന്നും ഉണ്ടായാൽ മതി, അതിലൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, റെഡിയായി കൊടുക്കണത് വാങ്ങണവനും തൃപ്തിയായി, കടക്കാരനും തൃപ്തിയായി. കാരണം കയ്യിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കണ ഒരു ഇടങ്ങേറ് എന്തായാലും ഉണ്ടാകൂല. അത് അത്ര കിട്ടിയിരിക്കണമെന്ന് അവിടെ അറിയിപ്പുണ്ടായി, പെയ്ക്കോളിന്ന് പറയണമെന്നില്ല, നമുക്ക് പോകാം. എത്ര ലളിതാണ് സംഗതി. പക്ഷേ നമ്മളാ കഴിക്കുന്ന ഭക്ഷണത്തിലെ
എത്ര 1000 മനുഷ്യന്മാരുടെ നിതാന്തമായ ജാഗ്രതയും കഠിനമായ അധ്വാനവുമുണ്ട് എന്ന് ആരാ അവിടെ ചിന്തിക്കാറുള്ളത്? ആ പ്രാർത്ഥന തന്നെ, പടച്ച റബ്ബേ, എൻ്റെ യാതൊരു ശക്തിയും എൻ്റെ ഒരു തന്ത്രവും കഴിവും ഒന്നുമില്ലാതെ എനിക്ക് ഈ ഭക്ഷണം നൽകിയ നാഥ, നിനക്ക് സ്തുതി എന്നാണ്. മിൻ ഹൗലിൻ ഖുവ്വത്തിൻ വലാ ഖുവ്വത്തിൻ മിന്നി, എൻ്റെ ഒരു ശക്തിയോ യുക്തിയോ ഒന്നും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. നമ്മളവിടെ കയറി ചെന്നു, ഭക്ഷണം എടുത്തേക്കാൻ പറഞ്ഞു, ഓർഡർ ചെയ്തു. നമ്മൾ വിചാരിച്ച അതേ പെർഫെക്ഷനുള്ള ഭക്ഷണം ആ വെയിറ്റർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു, നമ്മളത് കഴിക്കുന്നു. ഇതൊക്കെ ഉണ്ടായാലും കഴിക്കാൻ പറ്റുമോ? ഇല്ല, കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷെ അവന് കഴിക്കാൻ കഴിയൂല. ഈ കഴിച്ച ഭക്ഷണം നമ്മളുടെ വയറ് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു പ്രക്രിയയാണ്. അത് പുറന്തള്ളാൻ തീരുമാനിച്ചാണ്ടല്ലോ അടുത്തേക്ക് കൊണ്ടു ചെന്നാൽ മതി, അപ്പോഴേക്ക് അതിൻ്റെ ടെൻഡൻസി തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയാൽ വലിയ അത്ഭുതമാണ്. ഈ മഹത്തായ അനുഗ്രഹങ്ങൾ അനുനിമിഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി എവിടെയാണ് തൻ്റെ റബ്ബിനെ കൃത്യമായി ഓർക്കുന്നത്, ആ റബ്ബിന് നന്ദി പറയുന്നത്? മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാ! ആ നന്ദികേടും നമ്മൾ ഇത്തരം ദുരന്തങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെയും നിങ്ങളെ പഠിച്ചോൻ, എന്തേ പഠിച്ചോൻ കണ്ണിമ്പിയോ, എന്തേ പഠിച്ചോന്റെ കരുണപ്പ എവിടെ എന്ന് ചോദിച്ച് നാസ്തികർ കുരുന്നു മനസ്സുകളെപ്പോലും ചഞ്ചലചിത്തരാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുകയെക്കുറിച്ച് ഖുർആനിൽ പലയിടത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയ്ക്കുള്ളൂ നിങ്ങളെ ജീവിതം, ഓർത്തു ജീവിച്ചോ, നിഗളിപ്പ് വേണ്ട. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിന് ഏത് സമയത്തും ഇതൊക്കെ പിൻവലിക്കാൻ കഴിയും, അതിന് വലിയ ഇടങ്ങേറൊന്നുമില്ല. അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് പടച്ചോന് പേടിക്കേണ്ടതുമില്ല. വലാ യഖാഫു ഉഖ്ബാഹ, തങ്ങളുടെ കായിക ശക്തിയിലും തങ്ങളുടെ അധ്വാന ശേഷിയിലും വല്ലാതെ ആത്മാഭിമാനം കൊണ്ട് ആദിനെയും സമൂദ് ഗോത്രത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചു. അവരുടെ ആ ആരോഗ്യം കൊണ്ട് അവരിലേക്ക് നിയുക്തനായ പ്രവാചക പുങ്കവനെ വല്ലാതെ വട്ടം കറക്കി, എടങ്ങേറാക്കി. അവസാനം അവര് വലിയ വീമ്പിളക്കിയിട്ട് പറഞ്ഞു, ഈ അത്ര വലിയ നബിയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്ന പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു ഒട്ടകത്തിനാണ്ട് ഇറക്കി കാണിച്ചോണ്ട. ആ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വരും വരായികകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ആ ജനങ്ങൾ പറയുന്നിടത്തുനിന്ന് നമുക്ക് ഒട്ടകത്തെ ഇറക്കാം. അവരെ കൂടെ കൂട്ടി ആൾക്കാരൊക്കെ നോക്കി നിൽക്കെ അവസാനം അവർ ചൂണ്ടിക്കാണിച്ച കരിമ്പാറക്കെട്ടിനുള്ളിൽ നിന്ന് ആ ഒട്ടകം പുറത്തേക്ക് വന്നു. തൽക്കാലം അവരൊന്ന് അന്താളിച്ചു നിന്നെങ്കിലും ഒട്ടകല്ലേ, അതിന് ജീവനുണ്ടല്ലോ, അതിന് വെള്ളം വേണം, അതിന് പുല്ല് വേണം, മേച്ചിൽ പുറങ്ങൾ വേണം, അതിന് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല. അതൊരു ദൃഷ്ടാന്തം എന്നൊക്കെ പഠിച്ചോൻ പുറത്തു കൊണ്ടുവന്നാ അതിൻ്റെ കാര്യമായ ഡ്യൂട്ടി തിന്നൽ തന്നെ. തീറ്റാട് തുടങ്ങിയപ്പോൾ കൗമിൻ്റെ സ്വഭാവം മാറിയല്ല, ഇതെന്താണ് സോലിയ, എൻ്റെ ഒട്ടകത്തിന് മാത്രം മതി, അവിടെ ഞങ്ങൾക്കുണ്ടല്ലോ ഈ ജാതി ഒട്ടകങ്ങളും മറ്റൊക്കെ, ഉള്ള പുല്ലും വെള്ളമൊക്കെ കൂടെ തന്നെ കുടിച്ച് തീർക്കുക, തിന്ന് തീർക്കുക, അത് പറ്റൂല. സ്വാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹ്, നിന്റെ ഒട്ടകല്ല കേട്ടോ, നിന്റെ ഉടമസ്ഥൻ ഞാനുമല്ല, പടച്ചോനാ, കരുതി കളിച്ചാൽ മതിയെന്ന് ഓർമ്മിപ്പിച്ചു. പക്ഷേ അവസാനം അവർ ആ പ്രവാചകനെ അനുസരിക്കാതെ അള്ളാഹുവിൻ്റെ ഒരു മുഅ്ജിസത്തിന് നേരെ കൈവച്ചു. ഫഅഖറൂഹ, അതിനവരുടെ അറുത്ത് കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ വലാ യഖാഫു ഉഖ്ബാഹാ,
അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ചമ്മട്ടി അവർക്കുമേൽ വീശി. ഒരൊറ്റ കുലുക്കം, ഒരു ഇടിനാദം, കരിങ്കട്ടായി മാറി മനുഷ്യന്മാരൊക്കെ. അപ്പോഴേക്കും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞിരുന്നു. അള്ളാഹ് വിചാരിച്ചത്രേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 24-25 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ഈ മനുഷ്യജീവന്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ആകാശത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുകയും ഫഖ്തലത ബിഹി നബാത്തുൽ അർള് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖറഫഹാ. അങ്ങനെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കും ഭക്ഷ്യയോഗ്യമായ സസ്യലതാദികൾ മുളപ്പിച്ചു. അങ്ങനെ ആർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ ഭൂമി അതിൻ്റെ എല്ലാ അലങ്കാരവും അണിഞ്ഞ് അത് അഴകാർന്ന രൂപത്തിൽ നിലകൊണ്ടപ്പോൾ വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ. ആ തോട്ടത്തിൻ്റെയും ആ ഭക്ഷ്യവസ്തുക്കളുടെയും അത് കൃഷി ചെയ്തവരുടെയും ഒക്കെ കുളിർമയാർന്ന രൂപത്തിൽ അതങ്ങനെ നിലനിന്നപ്പോൾ ഇതിൻ്റെ എല്ലാം തങ്ങൾക്ക് അനുഭവിക്കാമെന്ന് വിചാരിച്ച ആ മനുഷ്യരുണ്ടല്ലോ, അവർക്ക് നേരെ അത്താഹ അമ്രുന ലൈലൻ ഔ നഹാറ, ഒരു രാവിലോ ഒരു പകലിലോ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. ഫജഅൽനാഹാ ഹസീദ, പെട്ടെന്ന് അതൊക്കെ വൈക്കോൽ തുരുമ്പായി മാറി. നല്ല വാഴത്തോട്ടം കൃഷി ചെയ്യുന്നവരുണ്ട്, അതങ്ങനെ കൊലച്ചു വരുമ്പോൾ അതിന് മുട്ടൊക്കെ കൊടുത്ത് വളരെ റെഡിയാക്കി 1,000 ഉറുപ്യതിയിൽ ഇറക്കിയിട്ടുണ്ട്, ഇത്ര മനുഷ്യാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല, ആ കൊലണ്ട് വെട്ടിക്കൊടുക്കേ വേണ്ടതുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും ഇപ്പറഞ്ഞ രൂപത്തിൽ ഒരേറ്റ കാറ്റ്. അതിൻ്റെ നിയന്ത്രണം ആരെടുത്ത പറയാൻ പറ്റൂല. ഒരു കൊടുങ്കാറ്റ്, ഒരു ചുഴലി കഴിഞ്ഞു, ആ കൃഷി, ആ വിള എല്ലാം നശിച്ചു. അവിടെ അതൊരു വൈക്കോൽ തുരുമ്പുകൾ കണക്കെയായി മാറുകയാണ്. കഅല്ലം തഗ്ന ബിൽ അംസ്. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇന്നലെ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിൽ. അതാണ് വയനാട്ടിൽ നമ്മൾ കാണുന്നത്. 2, 3, 4 വാർഡുകൾ ഒന്നായിട്ടുണ്ട് ഒലിച്ചു പോവുക. ആരൊക്കെ പോയി, ആരൊക്കെ ഉണ്ട്, എവിടേക്കായിരുന്നു വീട് എന്ന് ഒരു കയ്യും കണക്കും കിട്ടാത്ത കോലത്തിൽ എല്ലാവരും അതിൻ്റെ ഫീൽഡ് വർക്കിലാണ്. ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് എത്ര ആൾ ഇവിടുന്ന് പണം അടിച്ചിരുന്നു, കണക്ഷൻ എടുത്തിരുന്നു, മീറ്റർ റീഡിംഗ് നടത്തിയിരുന്നു. പഞ്ചായത്തേരും അതുപോലെ തന്നെ വില്ലേജേരും ഒക്കെ ആ പോയ മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു തെരച്ചിൽ നടത്തുക. ഒരു കൃത്യത കിട്ടുന്നില്ല. കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്ന രൂപത്തിൽ. കദാലിക നുഫസ്സിലുൽ ആയാത് ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു തരിക. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളതിൽ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെ, അള്ളാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിക്കണം, അവങ്കലേക്ക് അടുക്കാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് നേരത്തെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ എന്തുകൊണ്ട് അവർ തളർറു പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ആശയം. ഉമ്മ കുട്ടികളെ അടിക്കുമ്പോൾ ആ കുട്ടി ഉമ്മാനേറ്റ് തെറ്റിപ്പോവേണ്ടതിന് പകരം ചിലപ്പോൾ എന്താ ചെയ്യുക, ആ ഉമ്മാനെ തന്നെ കെട്ടിപ്പിടിച്ചാൽ കരിയ. ആ ഉമ്മയിൽ നിന്ന് അല്ലാതെ എനിക്ക് രക്ഷയില്ല, എന്നെ ശിക്ഷിക്കുന്ന ഉമ്മയിൽ നിന്ന് എനിക്ക് ഉമ്മയിലേക്കല്ലാതെ അഭയമില്ല എന്ന് കുട്ടി തിരിച്ചറിയാണ്, ഉമ്മയുടെ ദയാവായ്പ് മൂലം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ലാ മൽജഅ വലാ മൻജഅ ഇല്ലാ ഇലൈക്. പടച്ച റബ്ബേ, ഒരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു അഭയകേന്ദ്രമുണ്ടെങ്കിൽ അത് നീ മാത്രം.
എനിക്കൊരു രക്ഷാകേന്ദ്രമുണ്ടെങ്കിൽ നാഥാ നീ മാത്രം, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടേക്ക് പോകാനാണ്? ഖുർആന്റെ ആഹ്വാനമുണ്ട്. അതുകൊണ്ട് ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലാണ് അഭയം പ്രാപിക്കേണ്ടത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണ. ആ മനുഷ്യന്റെ മനസ്സൊന്ന് പാകപ്പെടുക. മരിച്ചുപോയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ പ്രയാസമേതുമില്ല. അവർ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഹാദത്ത് നൽകും. അതവർക്ക് രക്ഷയാണ്, കരുണയാണ്. പ്ലേഗ് പടരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? അത് വിശ്വാസികൾക്ക് അനുഗ്രഹം, അവിശ്വാസികൾക്ക് അത് ശിക്ഷയായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തരം സന്ദർഭങ്ങളിൽ എനിക്കിങ്ങനെ ഒരു പകർച്ചവ്യാധിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ മറ്റൊരു സഹോദരനും ഇത് പകരാൻ പാടില്ല എന്ന് പ്രത്യേകം തിരിച്ചറിയുകയും ചെയ്ത് അയാൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ആ പ്ലേഗ് പിടിച്ചിട്ട് ആ പകർച്ചവ്യാധി വന്നിട്ട് അയാൾ മരിച്ചാൽ അയാൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. കൊറോണക്കാലത്ത് നമ്മളത് കണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ, അജബല്ലിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എന്ത് അത്ഭുതം. ലാ യഖലി അല്ലാഹു ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറല്ല. അല്ലാഹുവിൻ്റെ ഏത് വിധിയെയും അവൻ സമീപിക്കുന്നത് അതൊരു ഖൈറായ കാര്യമായിട്ടാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാത്തവനെ അസ്വസ്ഥ ചിത്തനാകും. അള്ളാഹുവിൽ നിന്ന് തനിക്ക് കിട്ടിയത് നന്മയുടെ ഭാഗമാണെങ്കിൽ അള്ളാഹുവിനോട് കൂടുതൽ അവൻ നന്ദി രേഖപ്പെടുത്തും, അതിൽ സന്തുഷ്ടി രേഖപ്പെടുത്തും. അതല്ല ദുരിതപൂരിതമായ എന്തെങ്കിലും ഒരു സംഗതിയാണ് അള്ളാഹുവിൽ നിന്ന് വന്നു കിട്ടിയതെങ്കിലോ ഫകാന ഖൈറല്ല, അതും അവന് ഖൈറന്നെ. എന്താ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം? ഫൽ മുഅ്മിൻ മൻ യതഫത്തൻ ലിമബ്തലാഹു അല്ലാഹു ബിഹി മിനസ്സറാ വദ്ദറാ. തൻ്റെ ഏത് സന്തോഷ സന്താപ സമ്മിശ്രമായ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാം റബ്ബിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ക്ഷമ കൈക്കൊള്ളുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഒരു സഹാബി വനിതയുണ്ടായിരുന്നു. ആ സഹാബി വനിത അപസ്മാരം കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരു സ്ത്രീയാണ്. അപസ്മാരം കൊണ്ട് ഫിക്സ് ഇളകി തൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ചിലപ്പോഴൊക്കെ മാറുന്നത് അതിൽ വല്ലാതെ മനം നൊന്ത ആ സ്വഹാബി വനിത ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്ര ഇന്നി അത്തകശഫ്, അള്ളാഹുവിൻ്റെ റസൂലെ, ചിലപ്പോഴൊക്കെ എനിക്ക് അപസ്മാരം ബാധിച്ച് ഞാൻ ഇളകണ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിപ്പോകുന്നുണ്ട്. ഫദുല്ലാഹലി, എൻ്റെ ആ സോക്കളൊന്ന് മാറിക്കിട്ടാൻ അള്ളാഹിൻ്റെ റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറഞ്ഞു, ഈ സ്വബർത്തി വലക്കിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂല് ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ അസുഖം മാറുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു അടിമ സ്ത്രീയായ കറുത്ത പെണ്ണ് എന്നാണ് അതിൽ പ്രയോഗിച്ചത്. അൽ മർഅതു സൗദ. അവര് അള്ളാഹിൻ്റെ റസൂലിനെ സമീപിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ക്ഷമയുടെ പ്രാധാന്യമാണ് അവരെയും നമ്മെയും പഠിപ്പിച്ചത്. നീ ക്ഷമിച്ചാൽ ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാൽ ആ സുഖം അത് മാറിക്കിട്ടും. എന്നാൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് കിട്ടുക എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ തെരഞ്ഞെടുത്തത് ഏതാണെന്നറിയോ? എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ക്ഷമിച്ചോളാം. അഥവാ ഫിക്സ് ഇളകുകയാണെങ്കിൽ തന്നെ, അപസ്മാരം കൊണ്ട് ശരീരട്ടടിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറാതിരിക്കാനും ആളുകളുടെ മുമ്പിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. സ്വഹാബി വര്യന്മാർ പറയുന്നുണ്ട്, പിന്നീടും ആ സ്ത്രീക്ക് ഫിക്സ് ഇളകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിയതായി ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സ്ത്രീ പള്ളിയിലേക്ക് കയറി വന്നപ്പോ വേറൊരാളിനോട് പറയാണ്, അതാ ആ സ്ത്രീയെ ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണത്. സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മദീനപ്പള്ളിയിലേക്ക് കയറി വരുന്ന ഈ സ്ത്രീയെ പിന്നീട് സഹാബിവര്യന്മാർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് സുനിശ്ചിതമായ ഒരു സംഗതി. അവലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അൻഫുസി വൽ അംവാലി വസ്സമറാത്ത്. ധനനഷ്ടമുണ്ടാകും, ഉറ്റവരുടെയും ഉടയവരുടെയും മരണമുണ്ടാകും, പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാകും. അവിടെയൊക്കെ വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാശീലർക്ക് അള്ളാഹുവിൻ്റെ റസൂല് സന്തോഷവാർത്ത അറിയിക്കണം. ഇതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. എന്താണ് ആ ക്ഷമയുടെ രൂപം? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസീബത്ത് അവർ അനുഭവിച്ചു, കേട്ടു, അതിന് സാക്ഷിയായി എന്ന് വെക്കുക. അവർക്ക് ഒരൊറ്റ പ്രഖ്യാപനം, ഒരു സ്റ്റാൻഡേ ഉള്ളൂ, ഇന്നാലില്ല, ഞങ്ങളെല്ലാം അള്ളാഹുവിങ്കലേക്കുള്ളവർ, ഇന്നാ ഇലൈഹി റാജിഊൻ, ആ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവർ. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ, എല്ലാം പടച്ചോന്റെ അടുത്തുനിന്ന്. ഒരു നാൾ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കും, ആ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകണം. ഇതാണ് ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരുടെയെങ്കിലും മരണം കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതാണ്. ആ മരിച്ച വ്യക്തിക്ക് മാത്രം ബാധകമല്ല ഈ മരണം. ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ഇതന്നെയാണ് എനിക്കും സംഭവിക്കാനുള്ളത്. അതിൽ വല്ലാതെ ഇടങ്ങേറായിട്ട് കാര്യമില്ല. ഓ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിങ്കലേക്ക് തന്നെയാണ് തിരിച്ചു പോകാനുള്ളവർ. ഈ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുമ്പോൾ അത് ജീവിതത്തെ മുച്ചൂടും മാറ്റുമെന്നതിൽ തർക്കമില്ല. ദുനിയാവിലും ഗുണം, ആഖിറത്തിലും ഗുണം. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുക. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവരും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുക. നമ്മുടെ വിശ്വാസം അതുവഴി വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. പരീക്ഷണങ്ങൾ അതിനു വേണ്ടിയാണ്. റബ്ബിനെ ഭയപ്പെടുകയാണ് വേണ്ടത്. ആ റബ്ബിങ്കലേക്ക് അടുക്കുവാൻ ശ്രദ്ധിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങൾക്ക് വിധേയരായ മുഴുവൻ മനുഷ്യ സഹോദരങ്ങൾക്കും അതിൽ നിന്ന് അള്ളാഹു വിശ്വാസികളാണെങ്കിൽ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും അല്ലാത്ത ആളുകൾക്ക് ഈ ദുനിയാവിൽ എല്ലാ അർത്ഥത്തിലും സമാശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഏതർത്ഥത്തിലും പരീക്ഷണങ്ങളെ വിശ്വാസികൾ
ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലാണ് നോക്കിക്കാണേണ്ടത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത നാസ്തികരായ ആളുകൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രചാരവേലുണ്ട്. ഇത്രയൊക്കെ ദുരിതം അനുഭവിച്ചിട്ടും എന്തേ അള്ളാഹു കരുണ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട്, എന്തേ അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്താത്തത്. ഈ ഒരു ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് നാസ്തികർ പബ്ലിസിറ്റി നടത്തുന്നത് എവിടെയായിരുന്നു നിങ്ങളെ പടച്ചോൻ? എന്തേ പടച്ചോൻ്റെ കരുണ കാണാത്തത്? പടച്ചോൻ ഇത്രയും കണ്ണിച്ചോരില്ലാത്തവനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവനിഷേധം മനുഷ്യ മനസ്സിൽ കുത്തിവെക്കാനും അതിൻ്റെ പ്രചാരകരായി മാറാനുമാണ് ഇത് വല്ലാത്ത രൂപത്തിൽ ഇത്തരം ആളുകൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, നാസ്തികർ എന്ന നിലക്ക്, ദൈവനിഷേധികൾ എന്ന നിലക്ക് അവർ സഹായത്തിന് ഒന്നും മുതിരൂല. കാരണം അങ്ങനെ സഹായം ചെയ്തിട്ട് എന്ത് കിട്ടാനാ? എടങ്ങാറായവരെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനാണ്? നാസ്തികരുടെ ഭാഷയിൽ ദുനിയാവിൽ നിന്ന് അതൊരു ലാഭമുള്ള ഒരു നേട്ടമുള്ള പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാം അനുഭവിച്ച് ഈ മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം എന്ന് കവി പാടിയതുപോലെ പരമാവധി ആസ്വദിക്കുക, അനുഭവിക്കുക. പറ്റൂല എന്ന് കണ്ടാൽ വലിച്ചെറിയ. അവർക്ക് ഉമ്മ പെങ്ങൾ വ്യത്യാസമില്ല. ഭാര്യയും കണക്കന്നെ, ഉമ്മയും കണക്കന്നെ, പെങ്ങളും കണക്കന്നെ. കാരണം അതിനൊന്നും ഒരു പ്രത്യേക ലിമിറ്റേഷനോ അതിർവരമ്പുകളോ അരുതായ്മകളോ ഒന്നുമില്ല. അതിലേക്കാണ് നമ്മളുടെ ഈ ചെറുപ്പം ആകർഷിക്കപ്പെടുന്നത്, അത്തരം ലിബറൽ ചിന്താഗതികളിലേക്ക്. ഇത്തരം ദുരന്തങ്ങളൊക്കെ മനുഷ്യത്വരഹിതമായ രൂപത്തിൽ ഇത്തരം ആളുകൾ ഇതിനു വേണ്ടിയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇത്തരം പരീക്ഷണങ്ങളും വേദനകളും ദുരന്തങ്ങളും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതിലായിരിക്കണം ഇത്തരം ഘട്ടങ്ങളിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൽഹൂഫീൻ, സഹായത്തിന് ആവശ്യമുള്ള സഹോദരങ്ങളെ സഹായിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ومن فرج عن مسلم كربة فرج الله عنه كربة من كربات يوم القيامة. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ, മുസ്ലിങ്ങളെ മാത്രമല്ല ആരെ സഹായിച്ചാലും കൂലിയുണ്ട്. ലിക്കുല്ലി കബ്ദിൻ റുത്ബ അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയെ സഹായിച്ചാലും പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിൻ്റെയൊക്കെ എത്രയോ നേർ ചിത്രങ്ങൾ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടു. പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു, ഫറോക്കിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയാണ്. ആളുകളെ വിളിച്ചുകൂട്ടി ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഹിന്ദു സഹോദരി പറയുന്നുണ്ട്, അവിടെ അങ്ങനെ ഒരു പള്ളി വരുമ്പോൾ തൻ്റെ ബ്രദറ് ഒരു കാലത്ത് അതിനെ നഖശികാന്തം എതിർക്കുകയും ആ പള്ളി വരാൻ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ആ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിയും അനൗൺസ്മെൻറ്റുമാണ് ഞങ്ങളെ രക്ഷിച്ചത്. അന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നു, നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്ന്. ഏത് പള്ളി വരണ്ടാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ സ്ത്രീ അനുസ്മരിക്കുകയാണ്, ഞാനിന്നത് അനുഭവിക്കുന്നുണ്ട്, ആ പള്ളി ഞങ്ങൾക്ക് ചെയ്ത നന്മ. എൻ്റെ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നന്മയുടേതായ അനുഭവം. ഇതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. ഇവിടെയൊന്നും നാസ്തികർക്ക് പ്രത്യേകിച്ച് റോളില്ല. ഇത്തരം കളിയാക്കലും ചിരിക്കലും ക്രൂരമായ വിനോദവുമല്ലാതെ എന്നും നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അലാ കുല്ലി മുസ്ലിമിൻ സ്വദഖ,
ഖാലൂ യാ നബിയല്ലാഹ് ഫമൻ ലം യജിദ്, ഏതൊരു മുസ്ലിമിന് എന്തു ചെയ്താലും സദക്കയാണ്, അത്തരം ഒരു അവസ്ഥ ഇല്ല, സഹായിക്കേണ്ട ഒരു ഘട്ടമില്ല എന്ന് വെക്കുക. അപ്പോഴോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി അതിന് കൊടുത്ത മറുപടി യുഈനു ദൽ ഹാജ അൽ മൽഹൂഫ്, മർദ്ദിതനായ നമ്മുടെ സഹായത്തിന് അർഹനായ ഒരാളുണ്ടെങ്കിൽ നീ ഏത് തരത്തിലുള്ള സഹായം അയാൾക്ക് ചെയ്താലും അത് പ്രതിഫലാർഹമായ ഒരു സദഖയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തരം പ്രവർത്തനങ്ങളിൽ കൂടി നമ്മളുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുരന്തബാധിതരായ ആളുകൾക്ക് അതിൽ നിന്നെല്ലാം പരമാവധി മുക്തിയും ആശ്വാസവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കുകയും ബാക്കിയായ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സമാശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, വിശിഷ്യ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ശത്രുസഞ്ചയത്തിൻ്റെ മേൽ അല്ലാഹു വ്യക്തമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.